നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ എറണാകുളം പനമ്പള്ളി നഗർ പാർക്കിൽ പാട്ടും പ്രതിഷേധവും സംഘടിപ്പിച്ച സംഭവത്തിൽ വേടനെതിരെ കേസെടുത്തു. എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. വൈഷ്ണ പ്രഭാകരൻ ചേരുന്നു വിവരങ്ങളുമായി. വൈഷ്ണ, ഏതായാലും പനമ്പള്ളി നഗറിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഈ ഒരു ജന്തർ മന്ദറിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അതേ ദീപ്തി, ഇപ്പോൾ നീറ്റ് പരീക്ഷ ക്രമക്കേടിനെതിരെ നടക്കുന്ന ജന്തർ മന്ദറിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു എറണാകുളം പനമ്പള്ളി നഗർ പാർക്കിൽ ഒരു വേടൻ പാട്ടും പ്രതിഷേധവും നടന്ന എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു പരിപാടി. നിരവധി ആളുകളാണ് ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്നത്. യുവജനങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പ്രമുഖരുമടക്കം നിരവധി പേർ ഇതിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ടായിരുന്നു. നിരവധി പേർ ഇതിന് പിന്തുണ അറിയിച്ച് പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിപാടിയിലാണ് ഇപ്പോൾ വേടനെതിരെയും അതുപോലെ ഈ ഒരു പരിപാടി നടത്തിയ വിഘ്നേഷ് അടക്കം 99 പേർക്ക്, കണ്ടാലറിയുന്ന 99 പേർക്കെതിരെയാണ് ഇപ്പോൾ FIR ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു പരിപാടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും അതുപോലെ അനുമതിയില്ലാതെ പരിപാടി നടത്തിയതിനും, അനുമതിയില്ലാതെയാണ് ഈ ഒരു പരിപാടി നടത്തിയതെന്നാണ് പറയുന്നത്. അതുപോലെ ഗതാഗത തടസ്സമുണ്ടാക്കി. കാരണം ഈ ഒരു പരിപാടി വന്നതോടുകൂടി റാപ്പർ വേടൻ്റെ കൂടെ മറ്റധികം റാപ്പേഴ്സും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രമുഖരും മറ്റ് അനവധി ആളുകൾ പങ്കെടുത്തിരുന്നു. വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രതിഷേധം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇതിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. വേടൻ്റെ പാട്ട് കേൾക്കാനും അതുപോലെ ഈ പ്രതിഷേധത്തിൽ പങ്കുചേരാനും പ്ലക്കാർഡ് ഉയർത്തിയും മറ്റും നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. ഈ ആളുകൾ എത്തിച്ചേർന്നതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം ഉണ്ടായി എന്ന് പറഞ്ഞും പിന്നെ അതുപോലെ തന്നെ മാർഗനിർദ്ദേശം അനുമതി ഇല്ലാതെയാണ് ഈ ഒരു പരിപാടി നടത്തിയത് എന്ന് പറഞ്ഞുമാണ് ഇപ്പോൾ പരിപാടി സംഘടിപ്പിച്ച വിഘ്നേഷ് വേടൻ എന്നിവരടക്കം കണ്ടാലറിയുന്ന 99 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനി എന്താണ് ഇതിൻ്റെ തുടർ നടപടി എന്ന് നമുക്ക് കണ്ടറിയാം. പോലീസിൻ്റെ ഒരു സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു പരിപാടിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ദീപ്തി. ശരി, എന്തായാലും നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ജന്തർ മന്ദറിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എറണാകുളം പനമ്പള്ളി നഗറിൽ പാർക്കിൽ പാട്ടും പ്രതിഷേധവും സംഘടിപ്പിച്ചത്. ഈ ഒരു സംഭവത്തിന് എന്തായാലും ഇപ്പോൾ റാപ്പർ വേടനെതിരെ കേസെടുത്തിരിക്കുകയാണ്. എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. വൈഷ്ണ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സഹപാഠികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച കേസിൽ പിടിയിലായ MBBS വിദ്യാർത്ഥി ഏബൽ അഗസ്റ്റിൻ ചിത്രങ്ങൾ സുഹൃത്തുക്കൾക്കും നൽകിയതായി മൊഴി. എത്ര പേർക്കാണ് നൽകിയതെന്ന് കണ്ടെത്താൻ ഏബലിന്റെ ഫോൺ പരിശോധനയ്ക്ക് അയക്കും. നിലവിൽ 3 കേസുകളിലാണ് ഏബലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏബലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 20-ലേറെ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തു എന്നതാണ് കണ്ടെത്തൽ. പ്രതി ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല കുറിപ്പുകളോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. പെൺകുട്ടികളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിൽ നിന്ന് അനുവാദമില്ലാതെ എടുത്ത ചിത്രങ്ങളാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു.